ഹലോ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈവൻ ഫങ്ഷൻസ് ഓഡ് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ചെറിയ ചില പ്രോപ്പർട്ടീസും കണ്ടു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഈവൻ ഫങ്ഷൻ ഓഡ് ഫങ്ഷൻസിൻ്റെ ഫോറിയർ സീരീസ് കാണുമ്പോൾ നമുക്ക് എന്താണ് എളുപ്പമുള്ളത്. അതിന് നമ്മൾ ആദ്യം മുമ്പ് നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ച ഇൻ്റഗ്രേഷനിലെ റിസൾട്ടാണ് പറയാൻ പോകുന്നത്. ഇൻ്റഗ്രേഷനിൽ നിങ്ങളൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ നിങ്ങളിങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ -a to +a f of x dx. ഇൻ്റഗ്രൽ -a to +a f of x dxന് രണ്ട് വാല്യൂസ് ഉണ്ട്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 if f of x is odd, and that is equal to 2 times integral 0 to a f of x dx. എപ്പോഴാണ്? if f of x is even. നമ്മൾ മുമ്പ് നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവൽ പഠിച്ച ഒരു പ്രോപ്പർട്ടിയാണത്. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഫോറിയർ സീരീസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും കാണുന്ന ചില ഇൻ്റഗ്രേഷൻസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഫോറിയർ സീരീസിലേക്ക് അപ്ലൈ ചെയ്യണം. നമുക്കതിന് മുമ്പ് നമുക്ക് ഫോറിയർ സീരീസിൻ്റെ ഫോമിൽ നിന്ന് എഴുതാം. ഫോറിയർ സീരീസ് നമ്മൾ രണ്ട് സെക്ഷനായിട്ടാണല്ലോ പഠിച്ചത്. ഒന്ന് ഫങ്ഷൻസ് ഹാവിങ് പീരിയോഡ് 2π ആൻഡ് ദെൻ ഫങ്ഷൻസ് ഹാവിങ് പീരിയോഡ് 2l അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഈ കേസിൽ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. ആദ്യം നമ്മൾ സപ്പോസ് വി ആർ കൺസിഡറിങ് എ ഫങ്ഷൻ എഫ് ഓഫ് എക്സ്. സപ്പോസ് വി ആർ കൺസിഡറിങ് എ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഹാവിങ് പീരിയോഡ് 2π പീരിയോഡിലൊരു ഫംഗ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നമുക്കതിൻ്റെ ഫോറിയർ സീരീസ് നമുക്കറിയാം. ഫോറിയർ സീരീസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos of nx plus bn sin of nx. ഇതാണല്ലോ ഫോർമുല. ഇവിടെ a0 an bn the Fourier coefficients കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ഫോർമുലയുണ്ട്. a0ൻ്റെ ഫോർമുല a0 is equal to 1/2π integral -π to π. So suppose f of x is defined in the interval -π to π. അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ്റെ പീരിയോഡ് 2π ആണ്. ആൻഡ് സപ്പോസ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ ദ ഇൻ്റർവൽ -π to π. അങ്ങനെ ഒരു -a to +a ഫോമിലാണെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. f of x dx ഇതായിരുന്നല്ലോ ഫോമുല, a0 ഫോമുല. an is equal to 1/π integral -π to π f of x into cos of nx dx. And finally bn is given by 1/π integral -π to +π f of x into sin of nx dx. ഇതാണ് ഫോമുല. ഇനി നമുക്ക് രണ്ട് കേസായി കാണാം. സപ്പോസ് അവർ എഫ് ഓഫ് എക്സ് ഈസ് എ ഫങ്ഷൻ ഹാവിങ് പീരിയോഡ് 2π ആൻഡ് ദാറ്റ് ഫങ്ഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ ദ ഇൻ്റർവൽ -π to π. ആൻഡ് ഓൾസോ സപ്പോസ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്. എഫ് ഓഫ് എക്സ് ഓഡ് ആണെന്ന് കരുതാം. ഫസ്റ്റ് കേസിൽ ദിസ് ഈസ് കേസ് 1. കേസ് 1ൽ എഫ് ഓഫ് എക്സ് periodic function having period 2π and that function is defined in the interval -π to π, and suppose that f of x is odd. ഫംഗ്ഷൻ f of x odd ആണെങ്കിൽ ഇതാണ് നമ്മുടെ a0ൻ്റെ ഫോമുല. a0ൻ്റെ ഫോമുല 1/2π ഇൻ്റഗ്രൽ -π to π f of x dx ആണ്. ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രേഷൻ പ്രോപ്പർട്ടി പ്രകാരം -a to +a f of x dx വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഓഡ് ആയതുകൊണ്ട് ഈ -π to +π f of x dx വാല്യൂ എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. സോ a0 വിൽ ബി ഈക്വൽ ടു 0. an-ലേക്ക് വരാം. ഓഡ് ഫംഗ്ഷൻ്റെ കേസിൽ നമുക്ക് an-ലേക്ക് വരണം. അപ്പോൾ നോക്കൂ, an-ൽ ഇൻ്റഗ്രേഷൻ വരുന്ന -π to +π f of x into cos of nx dx ആണ്. f of x-നെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യം f of x ഓഡ് ഫംഗ്ഷനാണ്. cos x നമുക്കറിയാം അതൊരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻ്റഗ്രൻ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ആൻ ഓഡ് ഫംഗ്ഷൻ ആൻഡ് ആൻ ഈവൻ ഫംഗ്ഷനാണ്. ഓഡ് ഇൻറ്റു ഈവനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് ഓഡ് ഇൻറ്റു ഈവൻ വിൽ ബി എൻ
ഓഡ് ഫംഗ്ഷൻ അല്ലേ. ഓഡ് ഇൻറ്റു ഈവൻ വിൽ ബി ആൻ ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് ടോട്ടൽ ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷനെ നിങ്ങൾ -π to +π റീജിയണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ -a to +a കണ്ടു കഴിഞ്ഞാൽ വാല്യൂ എത്രയാണ്? വാല്യൂ 0 അപ്പോൾ ഈ കേസിൽ an എത്രയാണ്? ഈ കേസിൽ an-ഉം 0 അല്ലേ. അപ്പോൾ നോക്കൂ, ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷനാണ്. പീരിയോഡിക് ഫംഗ്ഷൻ ഹാവിങ് പീരിയോഡ് 2π ആണ്. ഓഡ് ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ്റർവൽ -π to +π. ഇതൊരു ജനറൽ കേസ് അല്ല. -π to +π നമ്മൾ പറയുന്നതാണ്, ഒരു പർട്ടിക്കുലർ കേസ് പറയുന്നത്. ജനറൽ കേസ് നമ്മൾ പറയും -π to +π ഫോമിലാണെങ്കിൽ ഇൻ്റർവൽ ഇല്ലെങ്കിൽ നിങ്ങൾ a0 കാണണ്ട. a0ൻ്റെ വാല്യൂ 0 an-ൻ്റെ വാല്യൂ 0 ഇനി നമുക്ക് bn നോക്കാം. ഇനി bn കാണുമ്പോൾ bn ഇസ് ഈക്വൽ ടു, നോക്കൂ, ഇതാണല്ലോ bnൻ്റെ ഫോമുല. ഇൻ്റഗ്രൻ്റ് f(x) sin of nx dx ആണ്. f(x) എന്താണ്? ഓഡ് ഫംഗ്ഷനാണ്. സൈനും ഓഡാണ്. അപ്പോൾ ഇവിടെ ഇത് ഇൻ്റഗ്രൻ്റ് ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഓഡ് ഇൻറ്റു ഓഡ് വിൽ ബി ആൻ ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ ഈ കേസിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇൻ്റഗ്രൻ്റ് ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി എന്താണ്? -a to +a ബിക്കംസ് 2 times ഇൻ്റഗ്രൽ 0 to a f(x) dx ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ bn കാണാനുള്ള ഫോമുല 2 times ആയിട്ട് മാറും. സോ 1/π ബിക്കംസ് 2/π. 2/π ഇൻറ്റു ഇൻ്റഗ്രൽ -π to +π എന്തായിട്ട് മാറും? 0 to π ആയിട്ട് മാറും. 0 to π f(x) ഇൻറ്റു sin of nx dx. ഇതാണ് ഫോമുല. ക്ലിയർ? അപ്പോൾ നിങ്ങളിത് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻസിൻ്റെ ഫോമുല ഒരു സെപ്പറേറ്റ് ആയിട്ട് ഫോമുലയിൽ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് മനസ്സിലാക്കുക. ഇതാണ് ഫോറിയർ സീരീസിൻ്റെ ഫോമുല. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ a0 0 ഓഡ് ഫംഗ്ഷൻ ഈ ഒരു ഫോമുലാണ്. -a to +a ഫോമിലാണോ? അപ്പോഴേ 0 ആവുള്ളൂ. a0ൻ്റെ വാല്യൂ 0 an 0 പിന്നെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? bn മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആക്ച്വലി സീരീസ് എന്തായിട്ട് മാറും? a0 0 an 0. അപ്പോൾ ആക്ച്വലി സീരീസ് എന്തായിട്ട് മാറും? സിഗ്മ n = 1 to ∞ bn sin of nx എന്നായിട്ട് മാറും. ഇത് മാത്രമേ ഉള്ളൂ. a0 0 an 0 ആ bn കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ഒരു ഫോമുലയുണ്ട്. 2/π ഇൻ്റഗ്രൽ 0 to π f(x) sin of nx dx. ക്ലിയർ? ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഏത് കേസിലാണ്? ഓഡ് ഫങ്ഷൻസിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതേ നമ്മുടെ f(x) ഈവൻ ഫംഗ്ഷൻ ആണെങ്കിലോ? സപ്പോസ് f(x) ഈസ് ഈവൻ. f(x) ഈവൻ ആണ്. ഈവൻ ആണെങ്കിൽ നോക്കൂ, f(x) ഈവൻ ആണല്ലോ. ഈവൻ ആണെങ്കിൽ നമുക്കറിയാം -a to +a എന്തായിട്ട് മാറും? 2 times ആയിട്ട് മാറും. അപ്പോൾ അവിടെ a0ൻ്റെ ഫോമുല അതിന് മുമ്പ് ആരായിരിക്കും 0 എന്ന് പറയാൻ പറ്റുമോ? നേരത്തെ ഓഡിൻ്റെ കേസിൽ a0ഉം an-ഉം 0 ഈവൻ്റെ കേസിൽ ആരായിരിക്കും 0 വരിക? നോക്കൂ, ഇവിടെ നോക്കുകയാണെങ്കിൽ f(x) ഈവൻ ആണ്, 0 ആവില്ല. an കാണുമ്പോൾ f(x) ഈവൻ കോസും ഈവനാണ്. അപ്പോൾ അത് ഈവൻ ഇൻറ്റു ഈവനാണ് വരിക. ഈവൻ ഇൻറ്റു ഈവൻ ആണ്. ലാസ്റ്റ് കേസിലേക്ക് നോക്കാം, bnൻ്റെ കേസിലേക്ക് നോക്കാം. bnൻ്റെ കേസിൽ f(x) ഈവൻ ഫംഗ്ഷനാണ്, സൈൻ ഓഡ് ഫംഗ്ഷനാണ്. സോ ഈവൻ ഇൻറ്റു ഓഡ് ബിക്കംസ് ഓഡാണെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി പ്രകാരം. അപ്പോൾ അവിടെ bn ആണ് 0 ആവുക ഈവൻ്റെ കേസിൽ. a0ൻ്റെ ഫോമിൽ എന്തായിട്ട് മാറും? ഇത് 2 times ആയിട്ട് മാറുമല്ലോ. സോ 2 / 2/π ഓർ 1/π. 1/π ഇൻ്റഗ്രൽ 0 to π f(x) dx. ഇതാണ് a0 ഫോമുല. an ഫോമുല എന്തായിട്ട് മാറും? an = ഈവൻ ഇൻറ്റു ഈവൻ്റെ കേസിൽ ഫോമുല എന്താണ്? 2 times. സോ 2/π. സോ 2/π ഇൻ്റഗ്രൽ 0 to π f(x) ഇൻറ്റു cos of nx dx. ക്ലിയർ? ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈവൻ ഇൻറ്റു ഓഡിനെ -π to π ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻഡ് bn = 0. അപ്പോൾ a0ഉം an ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ സീരീസ് എഴുതുമ്പോൾ a0 ഉണ്ട് an ഉണ്ട്. ഇത് ടേം ഉണ്ടാവില്ല, ഈ bn ടേം ഉണ്ടാവില്ല. അപ്പോൾ ഫോമുല വരിക a0 + സിഗ്മ n = 1 to ∞ an cos of nx. സെപ്പറേറ്റ് ഫോമുലയായിട്ട് പഠിക്കൊന്നും വേണ്ട. യു ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ആൻ ഈവൻ ഫംഗ്ഷൻ bn will be 0. This term will be 0. ക്ലിയർ? a0 an കാണുന്ന ഫോമുല ഇതുമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഫംഗ്ഷൻ ഹാവിങ് പീരിയഡ് 2π ആണ്. ഇതിനെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ആർബിട്രറി പീരിയഡ്
ആർബിട്രറി പീരിയോഡ് കളറൊന്ന് മാറ്റാം. ഇത് നമുക്ക് ആർബിട്രറി പീരിയോഡ് 2Lലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ എന്തായിരുന്നു നമ്മുടെ സീരീസ് വരിക? സീരീസ് വരുന്ന എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos of n pi x divided by L plus bn sin of n pi x divided by L. ഇതായിരുന്നല്ലോ ഫോർമുല. a0 കാണാനുള്ള ഫോർമുല a0 is equal to 1 by 2L integral minus L to plus L f of x dx. അല്ലേ? an ഫോർമുല an is equal to 1 by L integral minus L to plus L f of x into cos of n pi x divided by L dx. And bn is equal to 1 by L integral minus L to plus L f of x into sin of n pi x divided by L dx. Clear? അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ അസംഷൻ ഫംഗ്ഷൻ ഹാവിങ് പീരിയോഡ് 2π ആൻഡ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ ദ ഇൻ്റർവൽ മൈനസ് L to plus L. അല്ലേ? അങ്ങനെയെങ്കിലാണ് ഇതാണ് ഫോർമുല. നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? നമുക്ക് അതാണ് ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്. എഫ് ഓഫ് എക്സ് ഓടാണെങ്കിൽ ഇയാളുടെ വാല്യൂ എത്രയാണ്? മൈനസ് L to plus L വാല്യൂ എത്രയായിരിക്കും? a0 0 ആയിരിക്കും. അല്ലേ? ഓടാണെങ്കിൽ ഓഡ് ഇൻറ്റു ഈവൻ വരും. an 0 ആണ്. അല്ലേ? ഇത് ഓഡ് ഇൻറ്റു ഓഡ് ബിക്കംസ് ഈവൻ ആണെങ്കിൽ ഇത് മാറും 2 times ആയിട്ട് മാറും. ഈ കേസിൽ bn കാണുന്ന ഫോർമുല 2/L ആയിട്ട് മാറും. 2/L വന്നു കഴിഞ്ഞാൽ പിന്നെ മൈനസ് L to plus L എന്താവും? 0 to L ആവും. 0 to L f of x into sin of n pi x divided by L dx ആയിട്ട് മാറും. ക്ലിയർ? സീരീസ് എഴുതുമ്പോൾ a0 0 an 0 ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? bn മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? നമുക്ക് ഈവൻ കൂടെ ഒന്ന് പറഞ്ഞു വയ്ക്കാം. ഈവൻ വരുമ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ മതിയല്ലോ. ഈവൻ വരുമ്പോൾ ആരാണ് 0? ഈവൻ വരുമ്പോൾ ഈവൻ ഇൻറ്റു ഓഡ്, ഇത് ഓടായിട്ട് മാറും. ഓടാകുമ്പോൾ മൈനസ് L to plus L 0 ആവും. അപ്പോൾ bn 0 ആവും. അപ്പോൾ ആദ്യം നമുക്ക് 0 ആവുന്ന ആളെ എഴുതിക്കാം. bn 0 ആയിട്ട് മാറും. a0 ഇനി പെട്ടെന്ന് എഴുതാലോ. a0 2 times ആവും. സോ 2/2L 1/L ഇൻ്റഗ്രൽ 0 to L f of x dx. an ആരാണ്? an അതും 2 times ആയിട്ട് മാറും. ശരിയല്ലേ? ഈവൻ ഇൻറ്റു ഈവൻ. സോ al is equal to 2/L integral 0 to L f of x into cos of n pi x divided by L dx. ക്ലിയർ? a0 a ഉള്ളൂ. ആര് 0 ആണ്? bn 0 ആണ്. സോ a0 പ്ലസ് സിഗ്മ n is equal to 1 to infinity this one. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും ഫോറിയർ സീരീസ് കാണുന്ന സമയത്ത് നമുക്ക് കുറേ എളുപ്പങ്ങളുണ്ട്. ചില കോഎഫിഷ്യൻസ് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അല്ലേ? റിപ്പീറ്റ് ചെയ്യണോ? ഈ കേസിൽ ഫംഗ്ഷൻ ഹാവിങ് പീരിയോഡ് 2π ആണ്. ഈവൻ ഫംഗ്ഷനാണ്. ജനറലി പറയാം. ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ a0 an 0 ആണ്. ഡിഫൈൻ ചെയ്തത് മൈനസ് L to plus L റീജിയൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ആര് 0 ആണ്? bn 0 ആണ്. a0 an മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? താങ്ക് യു.